ഹായ് ഫ്രണ്ട്സ്, PSC വിസ്തത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണ്. അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16ാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. ആനി ജോർജ് മാത്യു ആണ് അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16ാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. ആദി ശങ്കര ട്രസ്റ്റിന്റെ ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായത്. ഡോക്ടർ എസ് സോമനാഥ് ആണ് ആദി ശങ്കര ട്രസ്റ്റിന്റെ ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായത്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത. നിർമ്മല സീതാരാമനാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത. സംസ്ഥാനത്ത് മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി എന്ന ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് സംസ്ഥാനത്തെ മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി അറിയപ്പെടുന്നത്. 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി നേടിയത്. ഗൗരി പാർവതി ഭായ് ആണ് 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി നേടിയത്. 2024 ഫെബ്രുവരിയിൽ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത്. മനോജ് ജാദവേദർ ആണ് 2024 ഫെബ്രുവരിയിൽ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത്. ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി. LK അദ്വാനിയാണ് ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ വഹിച്ച ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ്. അഭിനവ് ബിന്ദ്രയാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ വഹിച്ചത്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് ഋതു ബഹ്റിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ്? സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത്. കളമശ്ശേരിയിലാണ് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. പച്ചമലയാളമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. KN ബാലഗോപാലാണ് 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി. കെയർ പദ്ധതിയാണ് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി. പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി. K-ലിഫ്റ്റ് ആണ് പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി. 2024 വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം. സുപ്രീം കോടതിയാണ് 2024 വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായത്. റഫി
റഫീഖ് അഹമ്മദാണ് 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായത്. തെലുങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനം ജയ ജയ ഹോ തെലുങ്കാന എന്നതാണ് തെലുങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനം. ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ ബൗളർ ജസ്പ്രീത് ബുംറയാണ്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ ബൗളർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.